അവളുടെ ഇളം ചുവപ്പാർന്ന അതരങ്ങളെ അവൻ കൊതിയോടെ നുണഞ്ഞു വലിച്ച് ചുംബിച്ചുകൊണ്ടിരുന്നു. അവളിൽ നിന്നുയരുന്ന ശീൽക്കാര ശബ്ദങ്ങൾ അവനിലെ വികാരങ്ങളെ ഉണർത്തിക്കൊണ്ടിരുന്നു. ഒന്നുകൂടി നുണഞ്ഞു വിട്ടുകൊണ്ട് അവൻ്റെ ചുണ്ടുകൾ അവളുടെ താടിത്തുമ്പിലൂടെ കഴുത്തിലേക്ക് അരിച്ചിറങ്ങി. അവൻ നൽകുന്ന അനുഭൂതിയിൽ അവൾ കിടന്ന് പൊളഞ്ഞുകൊണ്ടിരുന്നു. അവളിലേക്ക് ഒന്നുകൂടി അമർന്ന് അവളുടെ കഴുത്തിലെ നീല ഞരമ്പിൽ കടിച്ചു നുണഞ്ഞതും അവളിൽ നിന്നും ഒരു ആർത്തനാദം മുഴങ്ങി. തൻ്റെ മുടിയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ഉയർന്നു പൊങ്ങുവാൻ ശ്രമിക്കുന്നവളെ അതിനനുവദിക്കാതെ അവളുടെ കഴുത്ത് മുഴുവൻ നുണഞ്ഞെടുത്തു. കാശിയേട്ടാ! തൻ്റെ പേര് വിളിച്ച് പുലമ്പുന്നവളെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ച് ചുംബനങ്ങളാൽ മൂടി. അവളിലെ ഓരോ മൂളിലും ഞെരുക്കവും അവനിലെ പുരുഷനെ ഉണർത്തുകയായിരുന്നു. തൻ്റെ അരയിലായി അനുഭവപ്പെട്ട അവൻ്റെ കരുത്തിലെ ചൂടിൽ അവളൊന്ന് വിറച്ചു. അതറിഞ്ഞ പോലെ അവൻ അവളെ എടുത്ത് ബെഡിലായി ഇരുത്തി. അവളൊരു സംശയത്തോടെ നോക്കിയതും ചുണ്ടിലായി ഒന്ന് മുത്തിക്കൊണ്ട് അവൻ തൻ്റെ ടീഷർട്ട് ഊരി ദൂരേക്കെറിഞ്ഞു. രോമങ്ങൾ ഏതുമില്ലാത്ത സിക്സ് പാക്കോട് കൂടിയ ദൃഢമായ അവൻ്റെ ശരീരം കണ്ടതും അതിലൂടെ മിഴികൾ പാഞ്ഞു. അറിയാതെ അവളൊന്ന് ഉമിനീറിറക്കിപ്പോയി. അവളെ നോക്കിക്കൊണ്ട് തന്നെ തൻ്റെ പെരുവിരലിൽ അവളുടെ ചുണ്ടൊന്ന് തഴുകി. അവളുടെ മിഴികൾ കൂമ്പി അടഞ്ഞു. പാറുട്ട! പ്രണയത്താൽ നിറഞ്ഞ അവൻ്റെ വശ്യമായ സ്വരം. അപ്പോഴും അവൾ മിഴികൾ തുറന്നില്ല. അത് കണ്ടതും അവനിലൊരു കള്ളച്ചിരി വിരിഞ്ഞു. പതിയെ അവളിലേക്ക് ചാഞ്ഞു അവളുടെ ചെവിത്തുമ്പിലായി ഒന്ന് നുണഞ്ഞു. ഇക്കിളി എടുത്തതും അവളൊരു ചിരിയോടെ കഴുത്ത് വെട്ടിച്ചു. പാറുട്ട, നൗ ഇൻ ദിസ് മൊമെന്റ് ഐ വാണ്ട് യു കംപ്ലീറ്റ്ലി. അവൻ്റെ പറച്ചിലിൽ അവളൊരു ഞെട്ടലോടെ മിഴികൾ തുറന്നു. അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന ഭാവം അത് കാണെ അവളൊന്ന് വിറച്ചു. അവളെ നോക്കിക്കൊണ്ട് തന്നെ അവളുടെ ടോപ്പ് അവൻ ഊരി മാറ്റി, കൂടെ ഇന്നറും. അരയ്ക്ക് മുകളിലോട്ട് താൻ നഗ്നയാണെന്നറിഞ്ഞതും അവളിൽ നാണമോ വെപ്രാളമോ അങ്ങനെ എന്തൊക്കെയോ അവൾക്ക് തോന്നി. അവൻ്റെ കണ്ണുകൾ അവളിലൂടെ ഒഴുകി നടന്നു. അത് കണ്ടതും അവളൊരു നാണത്തോടെ തൻ്റെ കൈകളാൽ അവൻ്റെ മിഴികൾ മൂടിക്കൊണ്ട് ആ കാഴ്ചയെ മറച്ചു. അവനൊരു ചിരിയോടെ കൈകളെടുത്ത് ചുണ്ടോട് ചേർത്തു. എൻ്റെ അല്ലേ ഈ കാശിനാഥൻ്റെ മാത്രം? അത്രയും മൊഴിഞ്ഞുകൊണ്ട് തൻ്റെ കരങ്ങളാൽ അവളുടെ മാറിലൂടെ ഒന്ന് തഴുകി. അവളിൽ നിന്നും ഉയർന്ന ആ ഒരു ശബ്ദം മാത്രം മതിയായിരുന്നു അവൻ അവളിലേക്ക് അലിഞ്ഞു ചേരാൻ. കാശിയേട്ടാ! എന്ന വിളിയോടെ അവൾ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു. കുറച്ച് സമയമെടുത്തു അതൊരു സ്വപ്നം മാത്രമാണെന്ന് വിശ്വസിക്കാൻ. ഇപ്പോഴും തൻ്റെ മാറിൽ അവൻ്റെ അതരങ്ങളുടെ ചൂട് അനുഭവപ്പെടുന്നത് പോലെ തോന്നി അവൾക്ക്. മിഴികൾ മുറുക്കെ അടച്ച് തൻ്റെ ഉയർന്ന ശ്വാസഗതി നേരെയാക്കാൻ ശ്രമിച്ചു. അവൻ അവസാനമായി തന്നോട് പറഞ്ഞ വാക്കുകൾ ചെവിയിൽ മുഴങ്ങിക്കേട്ടു. വേണ്ടായിരുന്നു, ഒരിക്കലും നീ എൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടായിരുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ചുണ്ട് കടിച്ചുകൊണ്ട് തൻ്റെ ഏങ്ങലിനെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു അവൾ. ഉമ്മ! പെട്ടെന്ന് കേട്ട കിളിക്കൊഞ്ചൽ അവൾ കണ്ണുകൾ വെട്ടി തുറന്നു. അരികിൽ കിടന്നുറങ്ങുന്ന 1.5 വയസ്സുള്ള തൻ്റെ പൊന്നോമനയെ കണ്ടതും ആ സങ്കടത്തിനിടയിലും അവളുടെ അതരങ്ങളിൽ ഒരു ചിരി വിരിഞ്ഞു. ഇവൾ മാത്രം മതി ഇനിയുള്ള ജീവിതം ജീവിച്ചു തീർക്കാൻ. എൻ്റെ കാശിയേട്ടൻ സമ്മാനിച്ച ഈ വലിയ നിധി മാത്രം മതി തനിക്ക്. പതിയെ പറഞ്ഞുകൊണ്ട് അവൾ ആ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. കുഞ്ഞൊന്ന് ചിണുങ്ങിയതും അവൾ പതിയെ മൂളി താരാട്ടുപാടി. ഇതേ സമയം അങ്ങകലെ ഒരു കുന്നിൻ ചെരുവിലായി ആകാശത്തേക്ക് മിഴികൾ നട്ട് കിടക്കുകയാണ് അവൻ. തൊട്ടരികിൽ തന്നെ കുടിച്ചു തീരാറായ ഒരു ബിയർ ബോട്ടിലുമുണ്ട്. സ്പോട്ടിഫൈയിൽ നിന്നും ഹരിഹരൻ്റെ മനോഹരമായ ശബ്ദത്തിലുള്ള അതിമനോഹരമായ ഗാനം മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. കേട്ടറിഞ്ഞ വാർത്തയൊന്നും സത്യമല്ല പൊന്നേ, കണ്ടറിഞ്ഞ സംഭവങ്ങൾ സത്യമല്ല കണ്ണേ. 1000 കണ്ണുകളാൽ ആ മുഖം കാണുവാൻ, 1000 കൈകളാൽ മേയോടു ചേർക്കുവാൻ നിന്നെ ഞാൻ കാത്തു നിൽപ്പൂ, നിന്നെ ഞാൻ കാത്തു നിൽപ്പൂ. എന്തിനു നിന്നൊമ്പരമിനിയും, എന്തിനു നിന്നോവുകളിനിയും, എന്നും നിൻ തുണയായി നിഴലായി നിന്നരികിൽ ഞാനുണ്ടല്ലോ. തൻ്റെ മനസ്സിലുള്ളതെല്ലാം വരികളായി
ആരോ പാടും പോലെയാണ് അവന് തോന്നിയത്. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പെട്ടെന്നൊരു തോന്നലിൽ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റതാണ് ജഗൻ. തൻ്റെ അരികിൽ കിടന്നിരുന്നവനെ കാണാതെയായതും അവൻ്റെ നെറ്റി ചുളിഞ്ഞു. പിന്നെ എന്തോ ഓർത്തപ്പോൾ ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് അവൻ ടെൻറ്റിൽ നിന്നും പുറത്തേക്കിറങ്ങി. താൻ വിചാരിച്ചതുപോലെ കിടക്കുന്നവനെ കണ്ട് ജഗൻ അവൻ്റെ അടുത്തേക്ക് നടന്നു. നിറഞ്ഞൊഴുകുന്ന കണ്ണോടെ കിടക്കുന്നവനെ കണ്ടതും അവനൊന്ന് നിശ്വസിച്ചു. ദൈവിക് കാശിനാഥ് അയ്യർ, എല്ലാവരുടെയും ദേവ്. 2.5 വർഷത്തോളമായി അവനൊന്ന് മനസ്സ് നിറഞ്ഞു ചിരിച്ചിട്ട്. അവൻ്റെ സന്തോഷമെല്ലാം അവളിലായിരുന്നു, അവൻ്റെ പാറൂട്ടനിൽ, കാശിനാഥൻ്റെ മാത്രം പാർവതിയിൽ. അവനെ വിളിക്കാനായി തുടങ്ങുമ്പോഴാണ് അവൻ്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്തത്. അതിൽ തെളിഞ്ഞ പേര് കാണുകെ ആ നിമിഷം ജഗന് വല്ലാത്തൊരു അമർഷമാണ് തോന്നിയത്.